CPIM സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്ത MV ഗോവിന്ദനുള്ള അഭിവാദ്യം പിൻവലിച്ച് PK ശശി. ഇന്നലെ വൈകിട്ടിട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് മണിക്കൂറുകൾക്കകം പിൻവലിച്ചത്. പോസ്റ്റ് പിൻവലിച്ചത് ചർച്ചയാക്കിയിരിക്കുകയാണ് CPM പ്രാദേശിക നേതാക്കൾ. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് പാലക്കാട് നിന്ന് ചേരുന്നത്. പ്രസാദ്, PK ശശിക്കെതിരെ അതിഗുരുതരമായ പാർട്ടി നടപടികൾ നേരിട്ടിട്ടുള്ള കാര്യം നമുക്കറിയാം. അദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം പിന്നെ പിൻവലിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, PK ശശി CPM നിന്നും നടപടി നേരിടുന്ന സമയത്തെല്ലാം തന്നെ ആവർത്തിച്ച് പറഞ്ഞിരുന്നത് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആണ്, അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുക എന്നെല്ലാമാണ് പറഞ്ഞിരുന്നത്. ഇതിനിടയിൽ PK ശശി പാർട്ടി വിടുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളെല്ലാം പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴും വളരെ കൃത്യമായി ഒരു പാർട്ടിയിലേക്കുമില്ല, കമ്മ്യൂണിസ്റ്റായി തന്നെ തുടരുമെന്ന് PK ശശി പറഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ ഈ പുതുവർഷ ആരംഭത്തിൽ PK ശശി തനിക്കൊപ്പം നിന്ന ആളുകൾ പിന്നീട് കാലം മാറിയതിനെയെല്ലാം വലിയ തോതിൽ പരിഹസിച്ചും വിമർശിച്ചും എല്ലാം തന്നെ പോസ്റ്റ് ഇട്ടിരുന്നു. അതിനെതിരെ മറുപടിയുമായി CPM-ന്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആളുകൾ തന്നെ, CPM മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെതിരെ ഫേസ്ബുക്കിൽ തന്നെ മറുപടിയും പറഞ്ഞിരുന്നു. ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത MV ഗോവിന്ദന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇന്നലെ സമ്മേളനം കഴിഞ്ഞ ഉടൻ തന്നെ PK ശശി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടു. പക്ഷേ അതാണ് മണിക്കൂറുകൾക്കകം പിൻവലിച്ചത്, PK ശശി പിൻവലിച്ചത്. ഇതാണിപ്പോൾ മണ്ണാർക്കാടും അതോടൊപ്പം തന്നെ പാലക്കാട്ടുമുള്ള CPM-ന്റെ നേതാക്കൾക്കിടയിൽ വലിയ ചർച്ചയായിട്ടുള്ളത്. എന്തുകൊണ്ട് PK ശശി ആ പോസ്റ്റ് പിൻവലിച്ചു? എപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരനായി തുടരുമെന്ന് പറയുന്ന PK ശശി പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനം കഴിഞ്ഞ് അതിന്റെ സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുകയും അതിന് അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തതിനു ശേഷം ആ പോസ്റ്റ് പിൻവലിച്ചു എന്നുള്ളതാണ്. നമ്മൾ PK ശശിയെ ഫോണിൽ വിളിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം ഫോൺ എടുത്തില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുകയും പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്തത് എന്നാണ്. എന്തായാലും PK ശശിക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പാർട്ടിയിലേക്ക് തിരിച്ചു വരാം, നേതൃസ്ഥാനത്തേക്ക് തിരിച്ചു വരാമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഈ സമ്മേളനത്തോടു കൂടി തന്നെ അദ്ദേഹത്തിന്റെ ആ പ്രതീക്ഷകളെല്ലാം ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയെങ്കിൽ പോലും ബ്രാഞ്ച് സമ്മേളനത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതോടുകൂടി ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്നുള്ളത് വ്യക്തമാക്കി. എന്തായാലും ആ പാർട്ടിക്കകത്ത് തന്റെ നേതാക്കളോടുള്ള അതൃപ്തിയാണ് ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് ഇടുകയും പിന്നീട് അത് പിൻവലിക്കാൻ കാരണമായി മാറിയിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി, പാലക്കാട് നിന്ന്.